ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മൾ സാധാരണ വണ്ടികളെ കുറിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. വണ്ടി ആയി മാറുന്നത് ഒരുപാട് കോമ്പോണൻസ് ചേർന്നിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പോണൻ്റ് ആണ് സസ്പെൻഷൻ സിസ്റ്റം, അഥവാ ഷോക്ക് അബ്സോർബേഴ്സും സ്പ്രിങ്ങും ആംസ് എല്ലാം അടങ്ങുന്ന ഒരു സെറ്റപ്പാണ് സസ്പെൻഷൻ സിസ്റ്റം. അതിൽ തന്നെ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് കിങ്സിൻ്റെ റേസിംഗ് ഷോക്സ് എന്ന് പറഞ്ഞ ഡിവിഷൻ തന്നെ ഉണ്ട്. ഇത് ആക്ച്വലി മീൻ ചെയ്യുന്നത് ഓഫ് റോഡിങ് ആയിട്ടുള്ള സസ്പെൻഷൻസിനാണ്. നമ്മൾ ഇന്നിപ്പോൾ ഉള്ള ദുബായിൽ കിങ്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലുള്ള ദുബായ് പോലുള്ള മാർക്കറ്റിൽ ഓഫ് റോഡിങ് എത്ര ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അതുപോലെ നമ്മുടെ നാട്ടിലും ഓഫ് റോഡിങ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഈ ഷോക്ക് അബ്സോർബറിനെ കുറിച്ച് റിയലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ മാത്രമല്ല സംസാരിക്കുന്ന എക്സ്പേർട്സും ഉണ്ട്. സോ നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വാളിലുള്ളത് പല ടൈപ്പ് സസ്പെൻഷനാണ്. ഇതിൽ ഷോക്ക് അബ്സോർബർ ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രിങ്സ് കാണാം, എയർ ഫീൽഡ് ആയിട്ടുണ്ട്. ഇത് തന്നെ ഓരോ മോഡലിനും ഓരോ സ്പെസിഫിക് ആയിട്ട് പേർപ്പസിനും ഉള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഓഫ് റോഡിങ് കാണാൻ മിക്കവാറും സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. കാരണം നമുക്ക് ഒരുപാട് ടഫായിട്ടുള്ള സ്ലഷി ആയിട്ടുള്ള റോക്കലായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് കണ്ടീഷൻ ഉണ്ടാണ്. സ്ലഷി ആകുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് എടുക്കുമ്പോൾ മറ്റൊക്കെ കീപ്പ് ചെയ്യും. എന്നാലും നമുക്ക് വേണ്ട കുറച്ചൊരു സ്റ്റിഫ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രിങ്സും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള സസ്പെൻഷൻസ് ആണ്. എന്നാൽ ഇവിടെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ സ്പീഡ് ഓഫ് റോഡിങ് ആണ്. ബേസിക്കലി നമ്മളിവിടെ സാൻഡിലാണ് ഓഫ് റോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വേണ്ട ഹൈ ട്രാവലിംഗ് അല്ലെങ്കിൽ ലോങ് ട്രാവലിംഗ് ആയിട്ടുള്ള സസ്പെൻഷൻ, അതിനനുസരിച്ചുള്ള സ്പ്രിങ്ങും പാറ്റേൺസ് എല്ലാം. അപ്പോൾ അത് ഓരോ വണ്ടികൾക്കും അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ വിഡ്ത്ത്, അതിൽ ഉപയോഗിക്കുന്ന ടയർ, ഇതെല്ലാം അനുസരിച്ചിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് മാറണം. എന്നാൽ അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏച്ചു കൂട്ടിയ മുഴച്ച് നിൽക്കുന്നു പറയുന്ന പോലെ ഉണ്ടാവും സസ്പെൻഷൻ്റെ കാര്യം. അങ്ങനെയാണ് കിങ്സ് ഇവിടുന്നും പല ഡാറ്റാസും കളക്ട് ചെയ്ത് അവർ ഓരോ വണ്ടിക്ക് സ്പെസിഫിക് ആയിട്ട് ഷോക്ക് അബ്സോർബേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന Y63 നിസാം പെട്രോൾ, 2025 നിസാം പെട്രോളിന് വരെയുള്ള ഷോക്ക് അബ്സോർബേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷോക്ക് അബ്സോർബർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറെ അഡീഷണലി ഒന്നും ചെയ്യേണ്ടല്ലോ, ഇൻഡസ്ട്രി വർക്കോ കാര്യമൊന്നും ചെയ്യേണ്ട. അത് പറയാൻ കാരണം നമ്മൾ എന്ത് ഏച്ച് കൂട്ടുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ടെൻഷനെല്ലാം വീക്കാവും. രണ്ട് വെൽഡിങ് കാര്യം വരുന്ന കഴിയുമ്പോൾ അത് വീക്കാവും. ഒറിജിനലി കാസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്തായാലും ഇവിടെ ഈ വാളിലുള്ള പല ഷോക്ക് അബ്സോർബേഴ്സും അതിൻ്റെ പാറ്റേൺസ് എല്ലാം കാണാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റലായി തോന്നുന്ന ബ്യൂകളെല്ലാം പോലത്തെ ഇന്ന് തോന്നിക്കുന്ന സാധനമുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഭയങ്കര ഹെവി സ്ട്രോങ് സാധനങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഷോക്ക് അബ്സോർബർ കയ്യിലെടുത്തപ്പോൾ തന്നെ അത്രയ്ക്ക് വെയിറ്റുള്ള ഓരോ സാധനങ്ങളും ഇവിടെ ഉള്ളത്. ഇതെല്ലാം ആ വണ്ടിക്ക് വളരെയധികം പെർഫോമൻസ് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പെർഫോമൻസ് മാത്രമല്ല, വലിയൊരു ആസ്പെക്റ്റുള്ള സേഫ്റ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുത്തെ ഓഫ് റോഡിങ്ങിൽ ഹൈ സ്പീഡിൽ പോകുമ്പം കറക്റ്റ് സസ്പെൻഷൻ ട്രാവൽ ഇല്ലെങ്കിൽ വണ്ടിയുടെ ടയർ ഗ്രൗണ്ട് ടച്ച് ചെയ്യാതിരിക്കുകയും അതുപോലെ തന്നെ ഡ്യൂണിനും ബാഷനിലും ചെയ്യുമ്പം ടോപ്പിലായുള്ള പ്രശ്നം നമ്മൾ പലപ്പോഴും ഡ്യൂൺ ബാഷിന് വണ്ടികൾ മറിയുന്നത് കാണാം. ഒരു മറിച്ചിൽ നിൽക്കില്ല, അതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. പറയുമ്പോൾ ശരിക്കും നല്ല പരുക്ക് പറ്റും, നല്ല ആക്സിഡൻസ് ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹൈറ്റൊന്നും മറിയുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്, ഇവിടെ സ്പീഡ് കൊണ്ട് മറിയുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം തന്നെ സേഫായിട്ട് എൻജോയ് ചെയ്ത് പെർഫോമൻസ് എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആയിട്ടുള്ള എക്സ്പേർട്സിനോട് നമുക്ക് സംസാരിക്കാം. Let's check out. നമ്മളിപ്പോൾ സസ്പെൻഷൻ കൊണ്ടു, ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ വീൽസും ഉണ്ട്. വീൽ ഓൾസോ പ്ലേ എ ബിഗ് റോൾ. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈവോക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ വീൽസാണ്. ഇതിൽ പല ടൈപ്പ് 6 ഹോൾ കാണാം, 5 ഹോൾ കാണാം, പല സൈസിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് ഓരോ വെഹിക്കിൾസിനും ഓരോ ബ്രാൻഡിനും അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പാറ്റേൺസും കാര്യങ്ങളും വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഭയങ്കര സൈസല്ല. അപ്പോൾ കയറ് കുറേ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതും അങ്ങനെ വന്നിരിക്കുന്നത്. ഇതെല്ലാം കുറച്ചുകൂടി ഫ്ലഷ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. എന്തായാലും ഈ ഒരു വീലിൻ്റെ പ്രത്യേകത ഇവർ ഡെക്കാർ റാലി വിന്നേഴ്സാണ്. ഡെക്കാറിൽ ഇപ്രാവശ്യം വിൻ ചെയ്തവർ ഉപയോഗിച്ചിരുന്ന വീല് ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് സ്പെസിഫിക് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഫാൻസി വീൽസ് അല്ല, ദിസ് ഓൾ ആർ വെരി ഹെവി ഫോഴ്സ്ഡ് വീൽസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഉണ്ടാവും. കാരണം ഓഫ് റോഡ് ടയേഴ്സ് ആർ ഹെവി, നോർമൽ ടയറുകൾ ഹെവി ആയിരിക്കും. അപ്പോൾ ആ വെയിറ്റ് മുതൽ വണ്ടിയുടെ മൊത്തം വെയിറ്റും അതുപോലത്തെ ഹൈ പ്രഷറും ലോ പ്രഷറും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് പറ്റുന്ന രീതിയിലുള്ള വീൽസാണ്. ഇതും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പുറമെ ബാക്കിയുള്ള ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഗ്ലൈംസ് ആയിട്ട് കാണിക്കാം. വേണ്ടവർക്ക് ഇവിടെ വന്ന വൺ ടൈം സൊല്യൂഷൻ ആയിട്ട്. സോ എൻ്റെ കൂടെ ഉള്ളത് ദ റൈറ്റ് പേഴ്സൺ ആണ്. ദ റൈറ്റ് പേഴ്സൺ മീൻസ് ദ പേഴ്സൺ ഫ്രം ദ ഡേ വൺ. Mike, he's the VP of King Suspensions. Hello, Mike. Welcome to the show. Nice to meet you.
I know you've been there from the day one. We have met earlier last time when we were here for the Real Off-Roaders manual meet. And that time I was so excited to hear from you how you've been passionate about these things. And you said you had a tuning background, you had a background of modifying and customizing. So first let me know about your background. My background goes back to when I was young as a teenager, racing dirt bikes, quads, Wow, great. then eventually racing trophy trucks, class 1 buggies, doing fabrication, welding, machining, then developing shocks. Okay. So developing shocks even before you started the King. Yes, Okay, cool. So when did you start King's Shock Up Service? about 28 years ago. 28. Wow. 28 years. That's a quite good experience. You're still with the brand, which shows that you're so deeply rooted. Correct. Cool. So what make King special from the other Shock Up Service? King Shock is a family business. Okay. We take everybody personal, from the small guy to the big guy. We treat everybody the same Great. on it. Great. We're here to make the cars perform the best they can. Great. So I was told that you just done the shocks for the latest Nissan Patrol 2025 Patrol. Correct. We just did the Y63. Wow, that's amazing. You will be the first to do that, right? Yes. Amazing. So what do you find, like you've been dealing around the world with Shock Up Service, how do you find the market differs, especially with the Middle East, US, and I don't know whether you're directly involved in India, but that kind of market also you're involved, right? So what are the different kind of market you look into? When I travel the world, I always like to talk to the customers and find out their driving styles, their recreation, Yeah. if they're racing or if it's for fun, so I could tune the car specifically for that customer in that country Okay, on it. cool. And how do you find the difference between the customers' use, purpose of this shock absorber in US and Middle East? US and Middle East is a little bit different because here in the UAE, Yeah. they're mostly into dunes Okay, and off-roading. okay, It's more convenient for them. okay. And in US, how is it like? US, we have to drive a little bit of distance to go off-roading. Okay, It's more bigger holes, more hard dirt okay, versus sand. We do have sand for different vehicles too, yeah, but most of ours are off-roading in big holes. okay, cool. And which will be your biggest market? Like, is it the US or Middle East or anywhere else? We're pretty big everywhere Okay. on it. Okay, cool. And are you into Indian market? It's one of the markets I'd like to pursue. Oh, great. So we have a very different off-roading situation in India. And you know, India is like US, is a big country. But the topography differs from south to north. We are from south and we have more of, rainforest and, hard rocks and climbs and slash. But in north, if you go, it's a very different scene. So I think when you come to India, you'll have to do a lot of homework. You have to meet a lot of people. You have to meet a lot of different people. I think that'll be a challenge, and I look forward for you in India, especially in my place in Kerala. We have an off-road community which is very strong. So expecting you there, and thank you for your time, and great to have this showroom. All the very best. Thank you. എൻ്റെ കൂടെ ഉള്ളത് മോഹസിൻ ഭായ് ആണ്. മോഹസിൻ ഭായ്, വെൽക്കം ടു ഷോ. Thank you. He's been the owner of this showroom, and he's a long-term associate of King Shocks. Right? Yeah, exactly. And I want to learn few things from you because you've been talking about the genuinity of using King Shocks, especially with the spare parts and components which you need to have and check during the repair time, right? And you have a display of all. Exactly. Yes. Can you please explain for So us? actually, I will take this opportunity to educate the people regarding the importance of servicing and using the genuine parts. Yeah. Because right now we are facing this lot of problems, a lot of complaints because people are using some fake products for the servicing and using it there, and then they came back and they complain about the performance. Yeah. So it's obvious that if you will not use the proper parts, the thing won't work properly. Yeah. So for the time being, paying less, you'll get less quality, and paying properly, you'll get a proper quality. True. So first of all, the main thing which I bring the notice of the people is this oil. Okay. This oil is coming from the factory which they are using genuinely for the King products. Okay. This is the authentic sticker which they are using on this one, and this is the oil.
Okay. which you don't get it in any local market. So it has its own viscosity, its own numbers and Yeah, everything. For the proper performance regarding the different temperatures and something like that. And it came in our notice that a lot of people are using very cheap oil, hydraulic oils from there and putting in the shocks to just to reduce the cost. Customer doesn't know, so Yeah. to get more profit or something like that, Yeah. they are losing. They are just compromising on the quality, and at the end, the customer is not performing in this way. So I'll suggest whenever anyone goes for a service, first thing they should see that they have this type of oil with them, with this packaging or no. This is the main thing. The other main product is the seals. The seals play also a very important Big role, role. yeah. Because it can hold the pressure of the oil. Absolutely. Yeah. So it's mostly the king seals, and we have seen here many people are using Other seals. Other seals. They are just making it out, and then it cannot hold the pressure. So whenever you go for the servicing, you should have the proper barcode and the part number and king stamp on that. Okay. On this packaging. Then, if first of all, whenever you go, just check. Tell the guys, do the service, remove the seals in front of me, show the oil, then you can go ahead and do the service on that. Great information. Yeah, and there are many other parts which play important role. It is like a Toyota of all the Middle East and South Asia and everything, because we play a very we pay very much attention and to bring all the spare parts, so that the people who are going to the rallies and they should not be wait longer to get the parts. So whenever anyone need any of the items, we will provide them right on the spot to them. Cool. And we try our best. So wherever it is possible, we do on-site camping for the servicing. We provide on-site support as well for the technical, like racing. Okay. Wherever countries we are permitted to go, we try to give them services on the spot as well. Great. So they are very sparse. This is seals. These are the authentic shafts coming from this one. Still, it's very easy to make. People are making it, but its ends are not as smooth as it's coming from them. Exactly. So you get it here, Absolutely. it's done, and your shocks are ruined. Exactly. The other main component of the shocks is these shims, which actually play a very vital role. So there are two parts in shocks. One is compression, how the shocks go in, and one is rebound. Okay. Yeah. So these are the two main functions of the sport. So these are the main things from which we control the pressure of the compression and the bounce of the rebound. Okay. So the tuning of the shocks is called, we actually play with the numbers of the shims. They come in different different types, thicknesses on this one, on which they play the more compression. You want more hard shocks, then we increase the compression. If you want more softer, we reduce the compression. Similar works in rebound as well. Okay. So these are the bearings, bushes. This is a reservoir cylinder. This is this holds the oils and nitrogen gas as well, which build up the pressures. So you can charge with the nitrogen, so nitrogen doesn't expand. So True. there's one piston in between that, so which divide oil and gas, and they don't let it mix up. So, and there's, you can see the red knob on that. Top. Yeah. It is called the compression adjuster's knob. Okay. So it has like almost 28 to 30 clicks. So 0 means you are the most softer. So if you want it to make it more harder, you can just increase the clicks. Okay. So this plays also a very big role in the in the functionality of the shocks. And we have all the parts. This is the gauge. The King gauge is providing, where you can measure the pressure, how much psi of nitrogen is out there. So it depends. These are the hoses. All the parts of King products is readily available here. It's just a call away. Cool. So Mohsin bhai, you're on site anyway. But still, where is your showroom now? You can explain to us. Okay, our showroom is just on the main Manama Street. Okay. Whenever you will pass through the Manama Street next to the Emirates Auction, there is street on the right. If you are coming from the Emirates Auction, just on the right Side.
And there is also a very big off-road performance showroom, which is Jeep Performance. So we are neighbors. So it's just on the right, on main Manama Street. ആക്ച്വലി ഒരു കോർണറിലാണ് ഈ ഒരു ഷോപ്പുള്ളത്, മനാമ സ്ട്രീറ്റിൽ. എമിറേറ്റ്സ് ഓപ്ഷൻ അറിയുന്നവർക്ക് അറിയാൻ പറ്റും. അടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങാണ്. ഡീപ് പെർഫോമൻസിൻ്റെ തൊട്ട് സൈഡിൽ ഒരു കോർണറിൽ കാണാം. ഈ കോമ്പോണൻസ് ആവട്ടെ, ഈ ഒരു മെറ്റീരിയൽസും അതുപോലെ തന്നെ ഓരോ സാധനങ്ങളെ കുറിച്ചിട്ടും മോഹസിൻ ഭായ് എക്സ്പ്ലെയിൻ ചെയ്തത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു നല്ലൊരു കാറ് വാങ്ങി അതിന് ഒരു പുവർ സർവീസ് കൊടുക്കുന്നതിനേക്കാളും മോശമാണ് ഈ സസ്പെൻഷൻ്റെ കാര്യത്തിലും ഈ കെയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആവുക, ജെന്വൻ പാർട്സ് ഉപയോഗിക്കുക, ജെന്വൻ ഓയിൽ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ശരിയായ കംപ്രഷനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, അതിനുള്ള ഗേജസും കാര്യം വരുന്നുണ്ട്. ടെക്നിക്കൽ നോ ഹൗ കറക്റ്റായിട്ട് ഉണ്ടാവുക എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും പെർഫോമൻസ് കാര്യം എൻജോയ്, അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും സേഫ് ആയിരിക്കും. ബി സേഫ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും ലേറ്റസ്റ്റ് നിസാൻ പെട്രോൾ 2025 Y63. ഇന്നത്തെ ഒരു സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഓഫ് റോഡറാണ് ഈ മാർക്കറ്റിൽ പ്രത്യേകിച്ച്. കാരണം ലാൻഡ് ക്രൂസറിൽ വന്ന മാറ്റങ്ങൾ പലർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റമൊന്നും കൊണ്ടുവരാതെ വന്നുകൊണ്ട് തന്നെ ഭയങ്കര ആക്സെപ്റ്റൻസ് ഉണ്ട്. എന്തായാലും നമുക്കിന്നിപ്പോൾ സസ്പെൻഷനായിട്ട് സംസാരിക്കാം. ഇതിൽ വന്നിരിക്കുന്നത് കിങ്ങിൻ്റെ സസ്പെൻഷനാണ്. കാണാം, റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഹസിൻ ഭായിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഓഫ് റോഡിനെല്ലാം കൊണ്ടുപോയി ശരിക്കും എൻജോയ് ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ അതിനുള്ള സമയമില്ല, അവസരമില്ല, പക്ഷെ നമുക്ക് അടുത്ത് തന്നെ കൊണ്ടുവരാം. എനിവേ ഇതിൽ വന്നിരിക്കുന്ന സസ്പെൻഷൻ കിങ്ങിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിസാൻ പെട്രോളിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും സംഗതി റെഡിയാണ്. എന്തായാലും കണ്ടു ആസ്വദിച്ചു. അപ്പോൾ ദാ നമ്മുടെ സ്വന്തം ആനന്ദേട്ടുണ്ട് ഇവിടെ. വീണ്ടും വരാൻ വേറെ കാരണമാണ് ഇപ്പോൾ ഉള്ളത്. ആനന്ദേട്ടങ്ങളിപ്പം കുറേ വർഷമായിട്ട് കിങ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഉള്ള ഗ്രൂപ്പ് ആണെങ്കിലും അങ്ങനെയാണ്, വണ്ടിയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം പറഞ്ഞത് കേട്ടതിന് ശേഷം നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യണം. തീർച്ചയായും ഒരു നമ്മുടെ ഓഡിയൻസിന് വിശ്വസനീയമായിട്ട് ആൾ പറയുന്നതിന്റെ ഒരു വ്യത്യാസമുണ്ട്. വളരെ ഫാൻസ് ഉള്ള ആളല്ലേ, സന്തോഷം. നിങ്ങളെ ത്രൂ അങ്ങനൊന്നുമില്ല, നിങ്ങളത്. അപ്പൊ എന്താ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ ദുബായ് ലാൻഡ് ക്രൂസർ ദുബായ് LC200 പോലെ ഞാൻ കണ്ട ഫസ്റ്റ് നമ്മുടെ കിങ്സിന്റെ സ്പെഷ്യൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവന്റ് സമയത്തും മൈക്കിനെ കണ്ടായിരുന്നു. നിങ്ങളൊരു എക്സ്പീരിയൻസ് ഇത്രയും വർഷമായിട്ട് അതിനെ കൊണ്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത് അതെന്താണ്? കിങ്ങിന്റെ ഞാൻ രണ്ട് പേരിൽ അറിയപ്പെടുന്നു. ഒന്ന് ലാൻഡ് ക്രൂസർ ഫാൻ, സെക്കൻഡ് വൺ ഈസ് കിങ് ഷോക്ക് ഫാൻ. അതെ, നമ്മള് നാട്ടിലാണ് വില്ലീസ് ഫാൻ. അതെ, റിയൽ ഓഫ് റോഡേഴ്സിന്റെ കീ മാർഷൽസും നമ്മളെ കൂടെ റെഗുലറായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും കിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം റിലയബിലിറ്റിയാണ്. നമ്മൾ ടൊയോട്ടോന്റെ പറഞ്ഞ അതേമാതിരി തന്നെ കിങ്ങിന്റെ ഷോക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് റിലയബിലിറ്റി, പിന്നെ അതിന്റെ പെർഫോമൻസ്. നമ്മൾ പല ഷോക്സും ടെസ്റ്റ് ചെയ്യുകയും അതിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഈസ് കിങ്. അതിൽ യാതൊരു സംശയമല്ല. അത് ഇപ്പം നമ്മളിപ്പോൾ ഫാസ്റ്റ് ഡ്രൈവിങ്ങിലായാലും ഇനി അല്ലാണ്ടുള്ള റോക്ക് അല്ലെങ്കിൽ വാദി ഡ്രൈവ് ആയാലും നമുക്ക് കിങ് ആ ഒരു പെർഫോമൻസ് ഡ്യൂറബിലിറ്റി. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് ചോദിക്കാം, നമ്മളൊരിക്കലും ഞാൻ നിങ്ങളെ കൂടെ വണ്ടിയിട്ട് മൂസിന്റെ അവിടെ വർക്ക്ഷോപ്പിലിട്ട് പോയിട്ട് ഇത് ട്യൂൺ ചെയ്തില്ല. പറഞ്ഞത് ഓരോ വണ്ടി കാലിബ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളെ വണ്ടിന്റെ അല്ല റിയാസിനാണ് ലാസ്റ്റ് സ്റ്റെഫിന്റെ. അപ്പൊ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ അത്രയും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അതെ, അത് ഒന്ന് പറഞ്ഞാൽ വണ്ടീന്റെ വെയിറ്റ്, നമ്മളെ ഡ്രൈവിങ്ങിന്റെ സ്റ്റൈല്, ടെറൈൻ അനുസരിച്ച് ഓരോ ഷോക്കിന് ഒരു ബേസിക് ഷിം സെറ്റിംഗ് ഉണ്ടാവും. അതുകൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിന്റെ റീബൗണ്ടും കംപ്രഷനും നമ്മളെ ഉപയോഗത്തിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യണം. അതിൽ നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് തരുന്നത് കിങ്ങിന്റെ ഡിസ്ട്രിബ്യൂട്ടറായ മോഹസിൻ ഭായ് ആണ്, ഡ്യൂൺസ്. അവര് പണ്ട് വേറെ പേരിലായിരുന്നു, പക്ഷെ ഇപ്പം ഡ്യൂൺസ് എന്ന് അറിയുന്നത്, ഡ്യൂൺ പെർഫോമൻസ്. എപ്പോഴും നമുക്ക് സപ്പോർട്ടാണ്. കാരണം ട്യൂണിങ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഓരോ ഷോക്ക്, ഓരോ ഫ്രണ്ടാണെങ്കിൽ ആദ്യം ഫ്രണ്ട് ചെയ്യും, അത് പെർഫെക്റ്റ് ആയിട്ടാണ് പിന്നെ ബാക്കിലേക്ക്. കാരണം എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവർ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ആണ്. അപ്പോൾ നമുക്ക് ജെന്യൂൻ കിങ്ങിൻ്റെ സ്പേസ്, ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന കൂടെ തന്നെ ഇതിൽ സേഫ്റ്റി വലിയ എലമെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഓഫ് റോഡ് കാര്യം ചെയ്യുമ്പോൾ അതിൽ ഈ ഡ്യൂറബിലിറ്റിയും സേഫ്റ്റിയും എന്താണ് അതിൻ്റെ ഒരു ഫാക്ടർ? ഞാൻ ഒരുപാട് കാലം ഈ കിങ് വെച്ച് ഓടിച്ചിട്ടുണ്ട്. ആൻഡ് മൈ കാർ ഈസ് വെരി ഹെവി കാർ. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല,
എൻ്റെ വണ്ടിയിൽ ഷോക്ക് ഹാർഡ് ജമ്പും ഭയങ്കര വലിയ ജമ്പൊക്കെ ചെയ്തേരെ ഷോക്കിന് ഇതുവരെ ഒരു പ്രശ്നം പറ്റിയിട്ടില്ല, മൗണ്ടിങ്ങിനെ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. അതെ, അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഷാഫ്റ്റ് ഒന്നും ഇതുവരെ എൻ്റെ ഒരു പ്രോബ്ലം എൻ്റെ ഷോക്കിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒരു ലീക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ആ റെഗുലർ സർവീസ് ഞാൻ 2 കൊല്ലം കൂടുമ്പോൾ ചെയ്യുന്ന ആ ഒരു സർവീസ് അല്ലാണ്ട് വേറൊരു പ്രോബ്ലം എനിക്ക് ആ ഷോക്ക് കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളെ സർക്കിളിലാണെങ്കിലും പലരും പല വണ്ടികളും ചിലർക്ക് ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ്, വണ്ടി ടോപ്പിലെല്ലാം ആയപ്പോൾ ഇവിടെ സൈഡിൽ ടോപ്പിൽ നിൽക്കില്ല. അപ്പോൾ അത് സസ്പെൻഷൻ പ്രോപ്പർ ആകുമ്പോൾ എത്രത്തോളം നമുക്കത് അഡ്വാൻറ്റേജ് കിട്ടും? അതെ, അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് പിന്നെ ആർട്ടിക്കുലേഷൻ, ഇങ്ങനത്തെ നല്ല ഷോക്സ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ പെർഫോമൻസ് സീരീസിന് പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ആർട്ടിക്കുലേഷനും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കിട്ടാൻ വേണ്ടി. അതെ, ട്രാവൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ഡ്രൈവ് യു ആർ ഡൂയിങ്. നമ്മൾ ക്രസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ വണ്ടി മാക്സിമം നമ്മളെ കൺട്രോളിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യും. ആക്ച്വലി ഷോക്സ് മാറുമ്പോൾ തന്നെ അത് വലിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ രണ്ടും ഓഫ് റോഡ് ചെയ്യുന്ന ആളാണ്, അതായത് നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഹാർഡ് കോർ, സ്ലോ ആൻഡ് സ്റ്റഡിയും ഇവിടുത്തെ ഫാസ്റ്റും ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് റോഡിങ്ങിലും സസ്പെൻഷൻ്റെ ടൈപ്പ് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ നല്ല സസ്പെൻഷൻ വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അനുഭവം എന്താണ്? അതെ, നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ് യു സ്റ്റാർട്ട് ഫ്രം എ ബേസിക് ഷോക്സ്. ബിക്കോസ് നമ്മളിപ്പോൾ അത് ഓഫ് റോഡിങ് കണ്ടിന്യൂ ചെയ്യുന്നൊന്നും ഉറപ്പില്ല. അതൊന്ന് ഒരു നമ്മൾ ഓക്കെ കംഫർട്ടബിൾ ആയി വി ക്യാൻ ഡു ഇറ്റ്. പല ഫാക്ടേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ അത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് റെഗുലറായിട്ട് വീക്ക്ലി ഒക്കെ ഓഫ് റോഡിങ് പോകുന്ന ആളുണ്ടെങ്കിൽ ദെൻ ഗോ ഫോർ സംതിങ് ലൈക്ക് കിങ്. പ്രീമിയം, പിന്നെ റിലയബിൾ, ഡ്യൂറബിൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഹെവി. പിന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ നാട്ടിൽ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ കൂടുതൽ ക്രോളിംഗ് ടൈപ്പ് ഓഫ് ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പം ഞാനിതൊരു കിങ് ആക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് വില്ലിസിലേക്ക്. അതൊരു അടുത്ത പ്രൊജക്റ്റാണ്. എന്തായാലും നാട്ടിൽ വരാണെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, എനിവേ നമുക്ക് ഇന്നിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ അന്തരനെ കൊണ്ടാണ്. താങ്ക് യു ഫോർ കാരണം ഇത് സാധാരണ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന പോലല്ല. ഇത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനാലും ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും. താങ്ക്സ്. ടിവിയിലോ അല്ല വീഡിയോയിലോ വരണം. എന്താ വലുപ്പല്ലേ! ഇതവിടെ പൊങ്ങി നിൽക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ആചാരഭാവവും ഫീലാണ്. എന്തായാലും വണ്ടിയെല്ലാം നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് സസ്പെൻഷനാണ്, ഷോക്ക് അബ്സോർബേഴ്സാണ്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് വണ്ടിയിൽ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഷോപ്പ് മനോമ റോഡിലുള്ള ഷോപ്പിന് മുന്നിലാമുള്ളത്. എനിവേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സസ്പെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം, ഒരു അഡ്വൈസ് എടുക്കുക, ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു സസ്പെൻഷനെ ഷോക്ക് അബ്സോർബറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം സസ്പെൻഷൻ ചൂസ് ചെയ്യുമെന്നുള്ള കമൻറ്റിൽ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിൽ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുക. അടുത്താണ് മറ്റൊരു എക്സ്പീരിയൻസ് ആയി കാണുക. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.